ഞാനിവിടെ ഉപയോഗിക്കുന്ന ആഫ്റ്റർ എഫക്ട്സ് 2023 നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് ഏത് വേർഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് പഠിക്കാം. സോ ആഫ്റ്റർ എഫക്ട്സ് തുറന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് ആദ്യം കിട്ടുക. ആദ്യം ന്യൂ പ്രോജക്ട്സ് ഉണ്ടാവും, ഓപ്പൺ പ്രോജക്ട്സ് ഉണ്ടാവും. അതായത് ഓപ്പൺ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ ചെയ്തു വെച്ച പ്രോജക്ട്സ് തുറക്കണമെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ന്യൂ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാം. ഇന്റർഫേസിന്റെ ഉള്ളിൽ കയറിയ ശേഷം നമ്മൾ ആദ്യം ഈ ഒരു ലേഔട്ട് കാണും. ഈ ഒരു ലേഔട്ട് കാണുന്നതിൽ ന്യൂ കോമ്പോസിഷൻ എടുക്കാം. ന്യൂ കോമ്പോസിഷൻ എടുത്താൽ ഇങ്ങനെ ഒരു ലേഔട്ടാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്താണോ കോമ്പോസിഷന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ ട്യൂട്ടോറിയൽ എന്നാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇവിടെ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പിന്നീട് നോക്കിയാൽ ഇവിടെ കുറെ ആസ്പെക്ട് റേഷ്യോസ് കൊടുത്തിട്ടുണ്ട്. 90/25, 180 to 25 frames per second ഉണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള റീൽ സൈസ് ഉണ്ട്, 30 FPS ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബേസിക് ആയിട്ടുള്ള HD സൈസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ HD സൈസ് സെലക്ട് ചെയ്യുന്നു. ഫ്രെയിം റേറ്റ് 25 എന്ന് കൊടുത്തിരിക്കുകയാണ്. എത്ര ടൈം ലൈൻ എത്ര വേണമെന്നാണ് ഡ്യൂറേഷൻ കാണിക്കുന്നത്. ഇത് വന്ന് ഫ്രെയിംസ് ആണ്, ഇത് സെക്കൻഡ്സ് ആണ്, ഇത് വന്ന് മിനിറ്റ് ആണ്, ഇത് വന്ന് ഹവേഴ്സ് ആണ്. ഞാനിവിടെ ഒരു 30 seconds ആണ് ഇപ്പോൾ കൊടുക്കുന്നത്. എനിക്കൊരു 30 seconds വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഞാൻ 30 seconds കൊടുക്കുന്നു. പിന്നീട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. അതായത് ഈ കളർ നമ്മൾ വീഡിയോനെ എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ഒരു ബ്ലാക്ക് കൊടുത്തു, ഓക്കെ അടിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ലേഔട്ടാണ് എനിക്ക് തുറന്നു വന്നത്. ഇത് തുറന്നതിന് മുന്നേ ഞാൻ മുകളിലുള്ള കുറച്ച് ടൂൾസിനെ പരിചയപ്പെടുത്തി തരാം. സെലക്ഷൻ ടൂളാണ്. ഇത് വെച്ച് നമുക്ക് ഒബ്ജക്ട്സിനെ മൂവും കാര്യങ്ങളും ചെയ്യാം. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കേണ്ടി വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഹാൻഡ് ടൂൾ. H ആണ് അതിന്റെ ഷോർട്ട് കട്ട് കീ. പിന്നീട് നമുക്ക് യൂസ് ചെയ്യുന്നത് സൂം ടൂളാണ്. നമുക്ക് കുറെ സൂമിങ്ങും സൂം ഔട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ സെറ്റ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഷോർട്ട് കട്ട് കീ. ഓൾട്ട് ക്ലിക്ക് ചെയ്ത് മൗസിന്റെ ഫ്രണ്ടിലോട്ട് സ്ക്രോൾ ചെയ്താൽ സൂം ചെയ്യുകയും ബാക്കിലോട്ട് സ്ക്രോൾ ചെയ്താൽ സൂം ഔട്ട് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇവിടെ കാണുന്ന 3 ടൂൾസ് ഉണ്ട്. അത് നമുക്ക് ക്യാമറ ഓൺ ആക്കുമ്പോൾ മാത്രമാണ് കിട്ടുള്ളൂ. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. പിന്നീട് നമുക്ക് റൊട്ടേഷൻ ടൂളാണ് യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റ് ചെയ്യാൻ, അതായത് നമ്മൾ ഒരു ഒബ്ജക്ട് വെച്ച് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെയുള്ളത് ആങ്കർ ടൂളാണ്. അത് ഞാൻ വഴിയെ പറഞ്ഞു. പിന്നെയുള്ളത് ഷേപ്പ് ടൂൾസ് ആണ്. പിന്നെ ഞാൻ ഇവിടെ റെക്ടാംഗിൾ വരച്ചു, 2 റെക്ടാംഗിൾ വരച്ചു. ഇനി ഞാൻ കാണിച്ചു ആങ്കർ ടൂളിന്റെ എന്താണ് ഗുണമെന്ന്. അപ്പോൾ നമ്മളൊരു വരച്ച റെക്ടാംഗിളിന്റെ ഉള്ളിൽ സെന്ററിൽ ഒരു ആങ്കർ പോയിന്റ് നമുക്ക് കാണാം. ഇപ്പോൾ ഇതിന്റെ ആങ്കർ പോയിന്റ് കറക്റ്റ് സെന്ററിലല്ല കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിവിടെ റൊട്ടേറ്റ് ചെയ്താൽ ഈ റൊട്ടേഷൻ കറക്റ്റ് ആയിരിക്കില്ല, എനിക്ക് വേണ്ട രീതിയിലായിരിക്കില്ല റൊട്ടേഷൻ. അതിന് ആ ആങ്കർ ടൂൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ട Y പ്രസ് ചെയ്തിട്ടുള്ള ടൂൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതൊരു അറ്റത്ത് വെച്ച് നമ്മൾ റൊട്ടേറ്റ് ചെയ്താൽ ഏത് സ്പേസിലാണോ അത് വെക്കുന്നത് ആ സ്പേസ് വെച്ചിട്ടാണ് ഈ ആങ്കർ ടൂൾ ഈ റൊട്ടേഷൻ നടക്കുക. ഞാൻ അത് സെൻട്രൽ സൈഡിൽ വെച്ചാൽ സൈഡിൽ റൊട്ടേഷൻ നടക്കും, സെൻട്രൽ വെച്ചാൽ സെൻട്രൽ റൊട്ടേഷൻ നടക്കും. സ്കെയിലിങ്ങിനും സെയിം മെത്തേഡ് തന്നെയാണ്. സെൻട്രൽ വെച്ചുകൊണ്ട് സ്കെയിൽ ചെയ്തപ്പോൾ യൂണിഫോം സ്കെയിൽ വന്നു. സൈഡിലോട്ട് വെക്കുമ്പോൾ ഒരു സൈഡിലോട്ടാണ് സ്കെയിലായി പോവുകയും വരികയും ചെയ്യാം. ഷേപ്പ് ലെയേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ വേറെ നമുക്ക് ഷേപ്പ് ഫോൾ കിട്ടും. റെക്ടാംഗിൾ ഷേപ്സ്, റൗണ്ട് ഷേപ്സ് കിട്ടും, എലിപ്സ് കിട്ടും, സ്റ്റാർ ഷേപ്സ് കിട്ടും, അങ്ങനെ പല ഷേപ്സും കിട്ടും. പിന്നെ അടുത്താണ് നമ്മൾ പെൻ ടൂൾ നമ്മൾ ഇതേപോലെ ഷേപ്പും കാര്യങ്ങളും വരയ്ക്കാനും മാസ്ക് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. മാസ്കിങ് നമുക്ക് നെക്സ്റ്റിൽ പഠിക്കാം. ഇപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ഷേപ്പ് വരച്ച് നോക്കുക. അതായത് നമ്മൾ പെൻ ടൂൾ വെച്ച് സാധാ ഫോട്ടോഷോപ്പിൽ കിടക്കുന്നത്, ഫോട്ടോഷോപ്പിൽ നമ്മൾ കട്ട് ചെയ്യാനും ഷേപ്പ് വരയ്ക്കാനും ഉപയോഗിക്കും. ഇതിൽ നമ്മൾ ഷേപ്പ് വരയ്ക്കുകയാണ് ഇത് വെച്ചിട്ട്. എനിക്കിപ്പോൾ പുതിയൊരു പോയിന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ താഴെയുള്ള ക്ലിക്ക് ചെയ്ത് ആഡ് വെർട്ടെക്സ് ടൂൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഷേപ്പിൻ്റെ സെൻറ്ററിൽ ഷേപ്പിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിനെ മുകളിലേക്ക് ആക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടും. അതായത് നമ്മളുടെ എക്സിസ്റ്റിംഗ് ഷേപ്പിനെ വേറെ ഷേപ്പിലേക്ക് മാറ്റാം. എനിക്കത് വേണ്ടാന്ന് തോന്നിയാണെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ താഴെയുള്ള ഡിലീറ്റ് വേർട്ടെക്സ് എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് അതിൽ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു പോയിന്റ് കൺവേർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാനിപ്പോൾ ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് മൂവ് ചെയ്യാം. അപ്പോൾ എനിക്കൊരു കർവ് വേണം. അത് ഞാൻ കൺവേർട്ട് ടൂൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു കർവ് ഉണ്ടാക്കി വയ്ക്കുന്നു. അതിൽ പിന്നെ മാസ്ക് ഫെദർ ടൂളാണ്. ഇത് നമ്മളധികം യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി അറിയണമെന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ടൂളാണ്. ഇത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ ഈ ടൂൾ ആവശ്യമുണ്ട്. ഇത് വെച്ച് ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ട്യൂട്ടോറിയൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. അത് എന്നിട്ട് ഇതിനെ വലുതാക്കാൻ വേണ്ടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ടെക്സ്റ്റ് എന്ന് കാണാം. അതിൻ്റെ അടിയിൽ ET എന്ന് ഉള്ളൊരു ഇത് കാണും. അതിന് നമ്മൾ അത് ആക്ച്വലി സൈസ് കൂട്ടാനും കുറയ്ക്കാനുമാണ്. അതിൻ്റെ മുകളിലുള്ളത് നമുക്ക് പല ഫോൺസ് സെലക്ട് ചെയ്യാനാണ്. അതിൻ്റെ താഴെയുള്ളതിൽ നമുക്ക് ആ ഫോണിൻ്റെ വെയിറ്റ് സെലക്ട് ചെയ്യാം. അതായത് ഞാനിവിടെ മോഷൻ അക്കാദമി എഴുതി ഇതിനെ ഞാൻ 2 ലൈനാക്കി. ഈ ലൈൻ തമ്മിലുള്ള സ്പേസിങ് ഭയങ്കര പ്രശ്നമാണ്. അത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റ് സൈഡുള്ള ഇത് യൂസ് ചെയ്ത് നമ്മൾ ലൈനിൻ്റെ സ്പേസിങ് കൂട്ടുന്നത്. നമുക്ക് ലെറ്റേഴ്സ് തമ്മിലുള്ള ട്രാക്കിംഗ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ്. ഈ ട്രാക്കിംഗ് കൂട്ടാനാണ് ഈ VA എന്ന് എഴുതിയത് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂട്ടുന്തോറും ട്രാക്ക് കൂടുകയും മൈനസ് ആക്കും തോറും ട്രാക്ക് കുറയുകയും ആണ് ചെയ്യുക. റൈറ്റിലോട്ട് ട്രാക്ക് കൂടുകയും ലെഫ്റ്റിലോട്ട് ട്രാക്ക് കുറയും, അതുമാണ് ചെയ്യുക. അതിൻ്റെ താഴെ ഫില്ല് എന്ന് പറഞ്ഞതാണ്. അത് നമുക്ക് കളേഴ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോൺ കളേഴ്സ് മാറ്റാൻ വേണ്ടി യൂസ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ യെല്ലോ
ഓറഞ്ച് ഷെല്ല് ടൈപ്പ് ഞാൻ അവിടെ കൊടുത്തു. ഇപ്പോൾ എനിക്ക് ഇങ്ങനെ കൊടുത്തതിന് ശേഷം എനിക്ക് തോന്നുകയാണ് ഇതിന് രണ്ടിന് 2 കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് അത് സെലക്ട് ചെയ്ത് നേരെ മോഷൻ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്ത് ഫില്ല് പോയി ക്ലിക്ക് ചെയ്തു, ഞാൻ അതിനെ വൈറ്റ് കൊടുത്തു, ഓക്കെ അടിച്ചു. വൈറ്റ് ആൻഡ് യെല്ലോ കളറായി. എന്നിട്ട് ഞാൻ കൺട്രോൾ എൻ്റർ അടിച്ചു, ഡീസെലക്ട് ചെയ്തു. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മൗസ് എവിടെ ക്ലിക്ക് ചെയ്താലും ഇതേപോലെ ടെക്സ്റ്റിൻ്റെ ബോക്സാണ് പോപ്പപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങനെ ലെയേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ടെക്സ്റ്റ് ലെയേഴ്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫസ്റ്റിൽ നമ്മൾ പറഞ്ഞ സെലക്ഷൻ ടൂൾ എടുക്കുന്നത്. സെലക്ഷൻ ടൂൾ നമുക്ക് അവിടെ പോയി സെലക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വി പ്രസ് ചെയ്താൽ നമുക്ക് സെലക്ഷൻ ടൂൾ സെലക്ട് ആവും. എന്നിട്ട് നമ്മൾ കൺട്രോൾ എൻ്റർ അടിച്ചതിന് ശേഷം സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യാം. ഇനി മുകളിൽ കാണുന്നൊന്നും ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല. സ്നാപ്പിംഗ് ടൂളിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ മോഷൻ അക്കാദമിയുടെ കോപ്പി എടുത്തു, രണ്ടിനെ ഞാൻ ചെറുതാക്കി. ഇപ്പോൾ എനിക്കിത് രണ്ടും തമ്മിലുള്ള അലൈനിങ് ഒന്ന് ശരിയാക്കണം. അതായത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം. ഈ സ്നാപ്പിംഗ് ഓൺ ആക്കാത്ത കാരണം എനിക്കിത് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, എവിടെ സ്നാപ്പ് ആവുന്നില്ല കറക്റ്റ്. ഇപ്പോഴും ഓൺ ആക്കിയിട്ട് ഓൺ ആവുന്നില്ല. സൈഡിലുള്ള ഇങ്ങനെ സ്നാപ്പ് അലോങ് എഡ്ജ് എന്നുള്ളൊരു വര കാണും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ലെറ്റേഴ്സും ഷേപ്സും തമ്മിലൊക്കെ ഇങ്ങനെ സ്നാപ്പ് ചെയ്യാം. സോ ഇതാണ് അതിൻ്റെ ബേസിക്സ്. ഇപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഞാൻ ലെയേഴ്സിലേക്ക് കിടക്കുകയാണ്. നമ്മൾ എന്താണ് ലെയേഴ്സ്, എങ്ങനെയാണ് ലെയേഴ്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഞാൻ ഇവിടെ ന്യൂവിൽ പോയിട്ട് സോളിഡ് ലെയർ ഉണ്ടാക്കുകയാണ്. സോളിഡ് ലെയർ ക്ലിക്ക് ചെയ്തു, പേരൊരു BG എന്ന് ബാക്ക്ഗ്രൗണ്ട് എന്ന് ഷോർട്ട് ചെയ്ത് BG എന്ന് ഞാൻ കൊടുത്തു. സൈസൊക്കെ നോക്കി എന്നിട്ട് ഞാൻ കളർ വന്നിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഏകദേശം ഒരു റെഡ് ഒരു ബ്ലൂ കളർ ഞാൻ കൊടുത്തു, ഓക്കെ അടിച്ചു. ഓക്കെ വന്നപ്പോൾ ഞാൻ ഇവിടെ ബ്ലൂ കളർ വരികയും ചെയ്തു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ BG എന്ന് പറഞ്ഞൊരു ലെയർ ഉണ്ടായി. ഇനി ഞാൻ നെക്സ്റ്റ് ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. അതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ പോയി ഷേപ്പ് എടുത്തു. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഷേപ്പ് വരയ്ക്കുകയാണ്. അതിന് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഈ ലെയർ സെലക്ട് ചെയ്തിട്ടാണ് ഷേപ്പ് വരയ്ക്കുന്നതെങ്കിൽ അത് ഷേപ്പല്ല വരിക, അതിൻ്റെ ഉള്ളിൽ മാസ്കാണ് വരിക. അതായത് ഇപ്പോൾ ഈ BG ലെയറിൻ്റെ ഉള്ളിലാണ് ഈ ഷേപ്പിനെ ഞാൻ വരച്ചിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഈ ഷേപ്പിനെ എങ്ങോട്ട് മൂവ് ചെയ്താലും BG ലെയറിൻ്റെ ഉള്ളിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് BG ലെയറിനെ നമ്മൾ മാസ്ക് ചെയ്യാണ് ചെയ്തത്. BG സെലക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ അത് ഷേപ്പായിട്ടല്ല വരിക, അത് മാസ്ക് ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഞാൻ എന്നിട്ട് ഒന്ന് ബാക്ക് അടിച്ച് ഡിലീറ്റ് ചെയ്തു. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂവിൽ പോയി ഷേപ്പ് എടുത്തു. അപ്പോൾ ഇവിടെ ഒരു ഷേപ്പ് ലെയർ ക്രിയേറ്റ് ആയി അല്ലേ. എന്നിട്ട് ഞാനൊരു എലിപ്സ് വെച്ചു. ഇതിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മുകളിൽ സ്റ്റാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഷേപ്പും അതിൻ്റെ റൈറ്റിൽ സർക്കിൾ ട്രാൻസ്പെറൻ്റ് ഉള്ളു വരുന്നത് മാസ്കുമാണ്. സോ ഞാനിപ്പോൾ ഒരു ഷേപ്പ് വരച്ചു. നേരെ പോയി ഫില്ല് പോയിട്ട് ഞാനൊരു യെല്ലോ കളർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ Y അമർത്തി നേരെ പോയി ആങ്കർ സെലക്ട് ചെയ്ത് ആ ആങ്കറിനെ സെൻറ്ററിലേക്ക് സ്നാപ്പ് ചെയ്തു. ഇങ്ങനെ സ്നാപ്പ് ചെയ്ത് കറക്റ്റ് നമ്മൾ സെൻറ്റർ പിടിക്കണമെന്നില്ല. അതിന് വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ആങ്കർ പോയിന്റ് അതിൽ ഒരു ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആങ്കർ പോയിന്റ് കറക്റ്റ് സെൻറ്ററിൽ വരും. ഇനി ഞാൻ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൺട്രോൾ D ആണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം ഞാൻ ഈ സൗണ്ടിനെ റൈറ്റിലേക്ക് മാറ്റുന്നു. ഞാൻ ജസ്റ്റ് ഫില്ലിൻ്റെയും ഗ്രേഡിയൻറ്റും കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫില്ലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 4 ഓപ്ഷൻ കാണാം. ഇതിൽ റെഡ് വരാനാണെന്ന് തോന്നാം, ഇവിടെ ഒന്നുമില്ല. അത് ക്ലിക്ക് ചെയ്തു. ഞാൻ സ്ട്രോക്ക് കൂട്ടിയാൽ സ്ട്രോക്ക് മാത്രം വരും. അതായത് ഫില്ല് എന്ന് പറഞ്ഞ സാധനമില്ല, സ്ട്രോക്ക് മാത്രം വരും. സ്ട്രോക്കിനെ കളഞ്ഞ് ഞാൻ ഫില്ല് എടുക്കുന്നു, വീണ്ടും ഫില്ല് എടുക്കുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഇപ്പോൾ സോളിഡ് കളർ നമ്മൾ കണ്ടു. ഞാനിപ്പം ലീനിയർ ഗ്രേഡിയൻറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റ് വരച്ചു. അത് വെച്ചിട്ട് അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻറ്റ് വരച്ചു. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറാണോ ആ കളറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ലൈറ്റ് ബ്ലൂ എടുത്തു. ബ്ലാക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ ഇവിടെ പോയിട്ട് വേറൊരു കളർ എടുത്തു. ഈ ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2 കളേഴ്സിന് തമ്മിലുള്ള അകലം. അതായത് 2 കളർ എടുക്കുമ്പോൾ 2 കളറും സെൻറ്ററിൽ മിക്സ് ചെയ്തിട്ടാണ് വരാം. അത് 50-50. അപ്പം ഞാൻ ഈ 50%, അതായത് എനിക്കിപ്പം ബ്ലൂ ആണ് കൂടുതൽ വേണമെങ്കിൽ ഞാൻ ലെഫ്റ്റിലോട്ട് നീക്കി. അപ്പം എന്ന് വെച്ചാൽ വൈറ്റ് കുറഞ്ഞു ബ്ലൂ വരുന്നത്, റൈറ്റിലോട്ട് വയ്ക്കുക, വൈറ്റ് കൂടി ബ്ലൂ ചെറുതായി. ഈ ഒരു രീതിയാണ് ഈ ഗ്രേഡിയൻ്റെ കാര്യത്തിലുണ്ടാവുക. ഇതിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് എടുത്തു. ഇതിന് പറയുന്നത് റേഡിയൽ ഗ്രേഡിയൻ്റ് ആണ്. റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ സെൻട്രലായിരിക്കും ഒരു കളർ, അതിന് പുറത്തായിരിക്കും വേറൊരു കളർ. ഞാൻ ഒരു കളർ വൈറ്റ് ആക്കി. ഓക്കെ,
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയാണ് മാറുന്നത് എന്ന്. ഇപ്പോൾ ലീനിയർ ആണെങ്കിൽ അതായത് മുകളിൽ നിന്ന് താഴത്തോട്ടോ സൈഡിൽ നിന്ന് സൈഡിലോട്ടോ ആ ഒരു രീതിയിലാണ് ലീനിയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ലെയർ ടൈപ്പ് എഡിറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ 2 ഷേപ്പിന് 2 പേര് കൊടുക്കുന്നു, 1 എന്നും 2 എന്നും കൊടുക്കുന്നു. എന്നിട്ട് ടൈം ലൈനിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു, കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ലെയർ ബേസ്ഡ് എഡിറ്റ് എന്നുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ പോയി കഴിഞ്ഞാൽ പ്ലേ സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് BG മാത്രമായിരുന്നു, പിന്നെ വന്നു. ഇതാണ് ലെയർ ബേസ്ഡ് എഡിറ്റിംഗ്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ പൊസിഷൻ, സ്കെയില്, ഒപ്പാസിറ്റി, ഇത് 3 കുറിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു, ട്രാൻസ്ഫോം ക്ലിക്ക് ചെയ്ത ട്രാൻസ്ഫോം എന്നാണ്. അതിന് താഴത്തോട്ട് ആരെ ക്ലിക്ക് ചെയ്താൽ പൊസിഷൻ, സ്കെയില്, റൊട്ടേഷൻ, ഒപ്പാസിറ്റി എന്നാണ്. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൈറ്റിലോട്ടും മുകളിലോട്ടും താഴത്തോട്ടും ആക്കാം പൊസിഷന്. സ്കെയിൽ വന്ന് സ്കെയിൽ ചെയ്യാം, വലുതാക്കാം, ചെറുതാക്കാം ചെയ്യുന്നു. ഒപ്പോസിറ്റ് എന്താണെന്ന് വെച്ചാൽ എത്ര കാണണമെന്ന് തീരുമാനിക്കുന്നതാണ്. ഓപ്പോസിറ്റ് 0 ആണെങ്കിൽ ഒന്നും കാണില്ല, ഒപ്പോസിറ്റ് 100 ആണെങ്കിൽ ഫുള്ളായിട്ട് കാണാം. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. പൊസിഷൻ കീ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോപ്പ് വാച്ചിൻ്റെ ഒരു ഐക്കൺ ചെയ്തു. അപ്പോൾ അവിടെ ഒരു കീ ഫ്രെയിമാണ് വന്നത്. ഈ ഡയമണ്ട് ഷേപ്പിലുള്ളത് കീ ഫ്രെയിമാണ്. എന്നിട്ട് ഞാനൊരു 10 ഫ്രെയിമിൻ്റെ അപ്പുറത്തേക്ക് ഈ ഷേപ്പിനെ നീക്കുന്നു. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഒരു മൂവ്മെൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് ലെഫ്റ്റിലിരുന്ന പൊസിഷൻ റൈറ്റിലേക്ക് മൂവ് ചെയ്തു. ഞാൻ അത് സ്പീഡ് ആയതുകൊണ്ട് തന്നെ ഞാനത് കീ ഫ്രെയിമിനും ഒരു 20 ഫ്രെയിമിൻ്റെ അപ്പുറത്തേക്ക് വെച്ചു. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് കുറച്ചും കൂടി ഒരു സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് നമുക്ക് ലഭിച്ചത്. സോ നെക്സ്റ്റ് ഞാൻ സ്കെയിലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്കെയിലിങ്ങിന് വേണ്ടി കീ ഫ്രെയിം ഉണ്ടാക്കി ഫസ്റ്റ്. എന്നിട്ട് 66 നിന്നും 85ലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ. അതായത് 85 ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ ഞാൻ ഒരു 110ലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുന്നത്. സോ ഇപ്പോൾ നോക്കിയാൽ സ്കെയിൽ ചെയ്ത് വരും. ആ പൊസിഷൻ പോകുന്നതിനൊപ്പം തന്നെ ഇത് സ്കെയിലും കൂടി ചെയ്തു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് അതിലേക്ക് ഒപ്പാസിറ്റി കൂടിയും അപ്ലൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഒപ്പാസിറ്റിയിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ കീ ഫ്രെയിമിനെ മറ്റേ കീ ഫ്രെയിമിൻ്റെ എൻഡിലേക്ക് വെച്ചിട്ട് 0, ഈ കീ ഫ്രെയിമിന് 0 ആക്കുന്നു. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്തവിടുന്ന് ഈ ഒബ്ജക്റ്റ് വലുതായി വരുന്നത് കാണാം. അതായത് വിസിബിലിറ്റി ഇല്ലാതെ പിന്നെ വിസിബിളായി വരുന്ന ഒരു ഫോമിലേക്ക് വരുന്നത് കാണാം. ഞാനിപ്പോൾ ഈ 2 ഒപ്പോസിറ്റി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഈ സ്കെയിലിംഗ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാണ്. എന്നിട്ട് ഈ ഒബ്ജക്റ്റിനെ വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് പുതിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ECEസും ലീനിയർ കീ ഫ്രെയിമും. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലീനിയർ കീ ഫ്രെയിമിംഗ് ആണ്. ഇനി ഞാൻ പറഞ്ഞു തരുന്നത് ECEs എന്താണ് എന്നാണ്. ഞാൻ ഈ 2 കീ ഫ്രെയിമിന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ 2 കീ ഫ്രെയിം സെലക്ട് ചെയ്തിട്ട് ഞാനിതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കീ ഫ്രെയിം അസിസ്റ്റൻസിൽ പോകുന്നു. എന്നിട്ട് ഞാൻ നേരെ ECEs കൊടുക്കുന്നു. ECEസിൻ്റെ ഷോർട്ട് കട്ടാണ് F9 എന്ന് പറയുന്നത്. സോ ഞാൻ ECEs അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൽ 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കീ ഫ്രെയിംസ്. അതായത് ലീനിയർ ആണെങ്കിൽ ഡയമണ്ട് ഷേപ്പ് പോലെയും ECEs ആണെങ്കിൽ മുകളിൽ കാണുന്ന പോലെയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ലീനിയർ ഒറ്റ മൂവ്മെൻറ്റിലായും പോവുക. ECEs സ്ലോ, അതായത് ഒരു പ്രത്യേക മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. എന്താണ് ഗ്രാഫ് എഡിറ്റർ എന്ന് നോക്കാം. ഇതിൽ ഞാൻ ECEs ആയിട്ടുള്ള കീ ഫ്രെയിംസ് സെലക്ട് ചെയ്ത് ഈ കാണുന്നതാണ് ഗ്രാഫ് എഡിറ്റർ. ഞാൻ ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ചെയ്ത് ഗ്രാഫ് എഡിറ്റർ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നത് ഇങ്ങനെയായിരിക്കും. അതിൽ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് സ്പീഡ് ഗ്രാഫ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഗ്രാഫ് ലഭിക്കുന്നതാണ്. ഈ ഒരു സൈഡ് സെലക്ട് ചെയ്തിട്ട് പതിയെ ലെഫ്റ്റിലോട്ട് വലിക്കുക. ഇങ്ങനെ വലിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്പീഡ് സ്ലോ. ഈ പീക്ക് പോയിന്റ് നിൽക്കുന്നത് സ്പീഡായിട്ട്, ഈ ലോ എൻഡ് പോയിന്റ് സ്ലോ ആയിട്ടാണ് കാണുക. ഇപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ് കൂട്ടുന്നതെങ്കിൽ സ്ലോ ആയിട്ട് സ്പീഡ് ആവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് ആ ECEസിൻ്റെ ഷേപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഞാനത് സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സ്പീഡ് ഈ രീതിയിലായിരിക്കും ഷേപ്പിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവുക. സോ എന്താണ് ഗ്രാഫ് എന്നിപ്പോൾ ചെറിയ രീതിക്ക് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന മോഷൻ ബ്ലറാണ്. ഈ മോഷൻ ബ്ലർ എന്തുകൊണ്ടാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു മൂവ്മെൻറ്റ് നടക്കുമ്പോൾ ഒരു മോഷൻ ഇല്ലാണ്ട് കാണാനൊരു സുഖം ഉണ്ടാവില്ല. കാരണം മുകളിലെ ലീനിയർ നോക്കിയാൽ മനസ്സിലാവും മൂവ്മെൻറ്റിൽ മോഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഷേപ്പ് മൂവ് ചെയ്യുന്ന ഒരു സുഖമില്ലാത്ത പോലെ തോന്നും. സോ നമ്മൾ മോഷൻ ബ്ലർ കൊടുക്കുമ്പോൾ ഈ മൂവ്മെൻറ്റിന് കുറച്ചും കൂടി ലൈഫ് ഫീൽ ചെയ്യും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആഫ്റ്റർ എഫക്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് 3D ക്യാമറ യൂസ് ചെയ്യുക, ലേഔട്ട് ഉണ്ടാക്കുക, എങ്ങനെയാണ് ഒരു പാരലാക്സ് എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.